നമസ്കാരം. കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രള്ള ഉണ്ടായിരുന്ന സ്ഥലം ഇസ്രയേലിന് ചോർത്തിക്കൊടുത്തത് ഇറാൻ പൗരനായ ചാരനാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഹിസ്ബുള്ളയുടെ ഭൂഗർഭ ആസ്ഥാനത്തായിരിക്കും നസ്രള്ള ഉണ്ടാകുകയെന്ന വിവരം ഇറാൻ പൗരൻ ഇസ്രയേൽ സൈന്യത്തിന് ചോർത്തി നൽകിയെന്ന് ഫ്രഞ്ച് ദിനപത്രമായ ലെ പാരീസിയൻ അന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തു. ബംഗറിൽ ഹിസ്ബുള്ളയുടെ ഉന്നത നേതാക്കളുമായി നസ്രള്ള കൂടിക്കാഴ്ച നടത്തുമ്പോഴായിരുന്നു ഇസ്രയേൽ ആക്രമണം. സെപ്റ്റംബർ 28-നാണ് നസ്രള്ള കൊല്ലപ്പെട്ടതെന്ന് ഇസ്രയേൽ സ്ഥിരീകരിച്ചത്. പിന്നീട് ഹിസ്ബുള്ളയും ഇക്കാര്യം ശരിവെച്ചു. 27-ന് വൈകിട്ട് മിനിറ്റുകൾക്കുള്ളിൽ 80 ബോംബുകളാണ് ഹിസ്ബുള്ള ആസ്ഥാനത്തിട്ടത്. 6 പാർപ്പിട സമുച്ചയങ്ങളും ആക്രമണത്തിൽ തകർന്നടിഞ്ഞു. 6 മീറ്റർ വരെ കോൺക്രീറ്റ് ഭേദിക്കാനും ഭൂമിയിൽ 30 മീറ്റർ വരെ ആഴ്ന്നിറങ്ങി ഉഗ്ര സ്ഫോടനം ഉണ്ടാക്കാനും ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഉപയോഗിച്ചതെന്ന് റിപ്പോർട്ടുണ്ട്. വ്യാപക നാശമുണ്ടാക്കുന്ന ഇവ ജനവാസ മേഖലയിൽ ഉപയോഗിക്കുന്നത് ജനീവ കൺവെൻഷൻ വിലക്കിയിട്ടുള്ളതാണ്. 28-ന് രാവിലെയാണ് നസ്രള്ളയുടെയും മറ്റ് ഹിസ്ബുള്ള നേതാക്കളുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് 2006 മുതൽ ഇസ്രയേൽ നീക്കങ്ങൾ തുടങ്ങിയിരുന്നു. 2006-ൽ ഹിസ്ബുള്ളയുമായി നടന്ന യുദ്ധം ഇസ്രയേലിന് വ്യക്തമായ വിജയം സമ്മാനിക്കാതെ ഐക്യരാഷ്ട്ര സഭയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തലിൽ അവസാനിച്ചിരുന്നു. അന്നു മുതൽ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിക്കാൻ വലിയ സംഘം ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരെയാണ് ഇസ്രയേൽ വിന്യസിച്ചത്. കൂടാതെ ഹിസ്ബുള്ള നേതാക്കളുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ആശയവിനിമയ സംവിധാനങ്ങളുടെ സിഗ്നലുകൾ ചോർത്താൻ ഇസ്രയേൽ സൈന്യത്തിൻ്റെ സിഗ്നൽസ് ഇൻ്റലിജൻസ് ഏജൻസിയായ യൂണിറ്റ് 8200 അത്യാധുനിക സൈബർ സാങ്കേതിക വിദ്യകളും വികസിപ്പിച്ചെടുത്തുവെന്ന് US മാധ്യമമായ ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ അതിവേഗം സൈനികർക്കും വ്യോമസേനയ്ക്കും കൈമാറുന്നതിനായി പുതിയ സംഘങ്ങളെ തന്നെ ഇസ്രയേൽ സൈന്യത്തിനുള്ളിൽ രൂപീകരിച്ചിരുന്നു. ഇൻ്റലിജൻസ് സംവിധാനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയുള്ള ഇസ്രയേൽ ഓപ്പറേഷൻ 2008-ലാണ് ആദ്യം ഫലം കാണുന്നത്. ഹിസ്ബുള്ളയുടെ ഉന്നത നേതാവ് ഇമാദ് മക്നിയയെ US ചാരസംഘടന CIA-യുടെ സഹായത്തോടെ 2008-ൽ സിറിയയിൽ വെച്ച് മൊസാദ് വധിച്ചു. പിന്നീട് 2020-ൽ ഇറാൻ ഖുദ്സ് സേനയുടെ മേധാവിയായിരുന്ന ഖാസിം സുലൈമാനി സിറിയയിൽ നിന്ന് ബെയ്റൂട്ടിലേക്ക് നസ്രള്ളയുമായുള്ള കൂടിക്കാഴ്ചയായി പോകുന്ന വിവരം ഇസ്രയേലാണ് US-ന് നൽകുന്നത്. തുടർന്ന് ബാഗ്ദാദ് വിമാനത്താവളത്തിൽ വെച്ച് ഡ്രോൺ ആക്രമണത്തിലൂടെ US സുലൈമാനിയെ വധിച്ചു. അങ്ങനെ തന്ത്രപരമായ നീക്കങ്ങളാണ് ഇസ്രയേൽ നടത്തിയിരുന്നത്. അതേസമയം ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം നസ്രള്ളയുടെ ശരീരത്തിൽ മുറിവുകളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഭയന്ന് വിറച്ച് അദ്ദേഹം മരിക്കുകയായിരുന്നുവെന്നുമാണ് പറയപ്പെടുന്നത്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.